പലപ്പോഴും നല്ല നല്ല റെസിപ്പീസൊക്കെ വീഡിയോ എടുക്കുമെങ്കിലും നാട്ടിലെത്തിയതിന് ശേഷം അതൊക്കെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടിരുന്ന ഞാൻ ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിൽ കുറച്ച് മടി പിടിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കായിട്ട് ഇന്നിതിൽ ഞാനൊരു നല്ല റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് യമനി ലഹസയും ചപ്പാത്തിയും ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് ഉച്ചക്കത്തേക്ക് ഉള്ള പ്രിപ്പറേഷനിലാണ്. ഉച്ചയ്ക്ക് നമ്മൾ തേങ്ങാച്ചോറും പിന്നെ അതുപോലെ ചിക്കൻ കറിയും മട്ടൻ തല സൂപ്പുമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മട്ടൻ തല സൂപ്പിൻ്റെ റെസിപ്പി തൊട്ട് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തേങ്ങാച്ചോറ് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. 2 ദിവസത്തിന് നാട്ടിൽ വന്നതായിരുന്നു ഇക്ക. അപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പാണ്ടിക്കാടുള്ള സാൽവ ഹോം കെയർ എന്നിട്ടുള്ള വൃദ്ധസദനത്തിലാണ്. ഞാനും മോളും ഹസ്ബൻഡും കൂടെയാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ ഉള്ള ആളുകളെയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവർ പോയതിൻ്റെയും അവരുടെ ചെറിയ ചെറിയ ടൂറിൻ്റെയൊക്കെ ഫോട്ടോ അടങ്ങിയിട്ടുള്ള ഒരു ആൽബം അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് അവിടെയുള്ള ഈ അച്ഛന്മാരുടെ അടുത്തും അമ്മമാരുടെ അടുത്തും ഉമ്മമാരുടെ അടുത്തും വാപ്പമാരുടെ അടുത്തൊക്കെ ഒരുപാട് നേരം സംസാരിച്ച് അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളുടെ വിശേഷങ്ങൾ അവരും ചോദിച്ചറിഞ്ഞ് നല്ലൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു സമയങ്ങളായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. വരുന്ന സമയത്ത് ഫ്രണ്ട്സിനെയും ഫാമിലിനെയൊക്കെ കൂട്ടിയിട്ട് വീണ്ടും വരണേ മക്കളെ, ഇടയ്ക്ക് നിങ്ങളൊക്കെയല്ലേ നമ്മളെ കാണാൻ വരാനുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ തൊട്ടു എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ സ്വന്തം വീട്ടിലേക്ക് കയറി വന്നൊരു ഫീലായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കയറിയപ്പോൾ ഭക്ഷണം കഴിച്ചില്ലേ, മഴ കൊണ്ടോ, ഇങ്ങനെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ, ചോദ്യങ്ങൾ, സംസാരങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് മോളെ വീട്ടിലാക്കി ഞാനും ഹസ്ബൻഡും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ തൊട്ടടുത്തുള്ളൊരു പുഴയിലേക്ക് പോയതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അവിടെ ബ്രദർ കുക്കിംഗ് പരിപാടിയിലായിരുന്നു. അപ്പം ബീഫ് ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനിലാണ്. ബീഫ് ഇതുപോലെ വലിയ പീസായിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് മഞ്ഞൾ, കുരുമുളക്, ഉപ്പ് എന്നിവ മിക്സ് ചെയ്ത് നന്നായിട്ട് കൈ വെച്ച് സ്പ്രെഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്കുള്ള മസാല ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇത്രയും കാര്യങ്ങൾ ചതച്ചെടുക്കുക. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കുഴച്ചെടുത്ത് വെന്തിട്ടുള്ള ബീഫ് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്ത് വീണ്ടും അതിനെ പാകത്തെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല പുരട്ടി 5-10 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം വാഴയിലയിലേക്ക് അത് നിരത്തി വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തത്. ഗ്രില്ലിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം, ഓവനിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതുപോലെയാണ് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അട്ടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു മസാലയിൽ നിങ്ങൾ ബീഫ് ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊന്ന് നന്നായിട്ടൊന്ന് പെയ്ത് തോർന്നു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പോകുന്ന ദിവസമാണ്. അപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പം മേലാറ്റൂരിൽ നിന്ന് ട്രെയിനിനാണ് പോകുന്നത്. അപ്പം നമ്മൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും ബ്രദറും മക്കളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പൊതുവേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവരാര് പോവുകയാണെങ്കിലും ഞാൻ കൂടെ ചാടിക്കയറി പോകും കേട്ടോ. എനിക്ക് ട്രെയിന് വരുന്നതും പോകുന്നതൊക്കെ കാണാനും ട്രെയിനിൽ യാത്ര ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അതൊരു വേറൊരു വൈബാണ് അല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ ട്രെയിന് കാത്തിരുന്നു. കുറച്ച് സമയം നിന്നപ്പോഴേക്കും ട്രെയിൻ എത്തി. ഇവിടെയൊക്കെ മഴ പെയ്ത് കുറേ നേരത്തെ തന്നെ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. ആകാശം നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലൗഡി ആണെങ്കിൽ കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രെയിനെത്തി. ഇക്ക ട്രെയിനിൽ കയറി ഇക്കാനെ യാത്രയാക്കിയതിന് ശേഷം ഞങ്ങൾ മടങ്ങുന്ന സമയത്ത് മക്കളെയും കൂട്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. മുമ്പൊക്കെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വാഗമരവും അതിൽ പൂത്ത വാഗപ്പൂക്കളും താഴെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിറയെ വാഗപ്പൂക്കൾ വീണ് കിടക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മരങ്ങളൊക്കെ മുറിച്ചു. ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയാണ്. 2 സൈഡിലായിട്ട് ഒരുപാട് മരങ്ങളും മുളകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ബ്രദറിൻ്റെ മോന് റോട്ടിൽ ഇറങ്ങിയിട്ട് വണ്ടിയുടെ കൂടെ ഓടി വരണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് പിറകെ ഓടി വരികയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി മക്കൾക്ക് ലോഡഡ് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു ഫാഷൻ ഫ്രൂട്ട് മൊജിറ്റോ,
പിന്നെ ഒരു ചിക്കു ഷേക്കും ഹാഫ് ബ്രോസ്റ്റും വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് സാവകാശമാണ് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം കാലാവസ്ഥ പൊതുവേ ഇങ്ങനെ മൂടിയായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്തുള്ള യാത്രയും നല്ല രസമാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ എത്താനായപ്പോഴേക്കും മഴ വീണ്ടും പെയ്തു തോർന്നിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്